അവർക്ക് എന്തധികാരം ഒരു എം എൽ എയോട് പിന്നെ നിങ്ങളുടെ ആഫീസ് ഒഴിഞ്ഞു പോകണം, എൻ്റെ വാർഡിൽ, എൻ്റെ കോർപ്പറേഷൻ വാർഡ്, ഞാൻ മത്സരം ജയിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള പിന്നെ റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അവകാശം, എന്ത് അധികാരമുണ്ട്? ഒരു അധികാരമില്ല, ഒരു അവകാശമില്ല. DGP വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു MLA യുടെ ആഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത്? അതൊന്നും പിന്നെ ആ ഭീഷണി വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല. അധികാരം ഏറ്റിട്ട് 3 ദിവസമേ ആയുള്ളൂ. അതിന് മുമ്പേ തന്നെ ഗുജറാത്ത് മോഡലും UP മോഡലും നിർബന്ധപൂർവം തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതി തുടരാൻ വേണ്ടി പോകുന്നത്. അതൊന്നും ഈ കോർപ്പറേഷൻ ആണോ അവസാന വാക്ക് പറയേണ്ടത്? കോർപ്പറേഷൻ്റെ മുകളിലൂടെ ഒരു ഗവൺമെൻറ് ഇല്ലേ? ആ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരാവകാശങ്ങളില്ലേ? ഉണ്ടായ സംഭവം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ഥലമുള്ള സ്ഥലത്ത് ഓഫീസ് ഫങ്ഷനിങ്ങിന് വേണ്ടി MLA-മാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രീതിയാണ്. 2 പാർലമെൻറ്റ് മെമ്പർമാർക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്ഥലമുണ്ടെങ്കിൽ, ഓഫീസായി ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി സ്ഥലമുണ്ടെങ്കിൽ അതും കൊടുക്കുന്ന രീതി ഉള്ളതാണ്. ഞാനാണെങ്കിൽ എൻ്റെ നിയമമണ്ഡലത്തിൽ പാപ്പരംകോട് സർവീസ് ബാങ്കിൻ്റെ ഒരു കെട്ടിടത്തിൽ നിന്ന് ഒരു ഓഫീസ് റൂമാണ് അവരെനിക്ക് നൽകിയിരിക്കുന്നത്, സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ സംബന്ധിച്ചിടൊന്നും ഒരു വിവരവുമില്ലാതെയാണ് ശാസ്ത്രമംഗലം കൗൺസിലർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് എന്തധികാരം ഒരു MLA-യോട് പിന്നെ നിങ്ങളുടെ ആഫീസ് ഒഴിഞ്ഞു പോകണം, എൻ്റെ വാർഡിൽ, എൻ്റെ കോർപ്പറേഷൻ വാർഡ്, ഞാൻ മത്സരം ജയിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള പിന്നെ റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അവകാശം, എന്ത് അധികാരമുണ്ട്? ഒരു അധികാരമില്ല, ഒരു അവകാശമില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ പിന്നെ ഒരു MLA-യുടെ ആഫീസ് ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ വിചാരിച്ചാൽ ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അവിടെ ആഫീസ്? അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും കഴിയില്ല. ഇതാണ് അധികാരം ഏറ്റിട്ട് 3 ദിവസമേ ആയുള്ളൂ. അതിന് മുമ്പേ തന്നെ ഗുജറാത്ത് മോഡലും UP മോഡലും നിർബന്ധപൂർവം തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതി തുടരാൻ വേണ്ടി പോകുന്നത്. അതൊന്നും ഈ കോർപ്പറേഷൻ ആണോ അവസാന വാക്ക് പറയേണ്ടത്? കോർപ്പറേഷൻ്റെ മുകളിലൂടെ ഒരു ഗവൺമെൻറ് ഇല്ലേ? ആ ഗവൺമെൻറ്റിന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരാവകാശങ്ങളില്ലേ? ഒരു വരി ഞാൻ പറഞ്ഞിട്ട് ചോദിക്കാം. ഇപ്പോൾ നെടുങ്കാട് എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്, അവിടെ BJP ജയിച്ച വാർഡാണ്, എൻ്റെ മണ്ഡലത്തിലാണ്. അവിടെ നെടുങ്കാട് ഗവൺമെൻറ് സ്കൂളിലാണ് അവിടുത്തെ ഓഫീസ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ കൗൺസിലറെ. ഞാൻ തന്നെയാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവിടെ RSSൻ്റെ റൂട്ട് മറിച്ചും വൈകുന്നേരം ആകുമ്പോൾ ശല്യമൊക്കെ ആയതുകൊണ്ട് സ്കൂളിനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അവിടുന്ന് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കണമെന്നുള്ള നിലയിൽ പുതിയ കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഈദിക്കാരോ അഹങ്കാരമോ ഒന്നും ഒരു കാരണവശാലും വകവെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു DGP വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു MLA-യുടെ ആഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത്? അതൊന്നും പിന്നെ ആ ഭീഷണി വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല. താനൊരു അസൗകര്യം അറിയിച്ച് റിക്വസ്റ്റ് ചെയ്താണ്, അതിനെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അവർക്ക് ഒരു അസൗകര്യം അറിയിക്കേണ്ട കാര്യമില്ല. അവർക്കെന്താ അധികാരം അസൗകര്യം അവതരിപ്പിക്കേണ്ടത്? അവരാണ് ഒരു MLA-ക്ക് വേണ്ടി പിന്നെ MLA അവിടെ ആഫീസ് വേണോ വേണ്ട തീരുമാനിക്കുന്നത്. അവർക്ക് അവരുടെ അസൗകര്യം അത് പ്രശാന്തിനോട് പറയേണ്ട കാര്യമൊന്നും. ജ്യേഷ്ഠം ചേച്ചി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി, സഹോദരനോട് എന്ന രീതിയിൽ പറഞ്ഞാണെന്നാണ് ശ്രീലേഖ പറഞ്ഞത് അവസാനിപ്പിക്കുന്നത്. അല്ല, അവർ അതൊന്നും എനിക്കറിയില്ല. സഹോദരനാണോ സഹോദരിയാണോ പിന്നെ മറ്റേതെങ്കിലും ബന്ധുത്വമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല.
അവർക്ക് എന്ത് അവകാശം, എന്ത് അധികാരം? ഏതെങ്കിലും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമപുസ്തകത്തിൽ വല്ലതും പറയുന്നുണ്ടോ? പ്രോട്ടോകോൾ മാനുവൽ പ്രകാരം വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലർ അതിലൊരു പറ്റിയൊരു അബദ്ധം നമുക്ക് നമ്മുടെ പ്രശാന്തിന് സാധാരണഗതിയിൽ സൗജന്യമായിട്ടവിടെ ആഫീസ് പ്രവർത്തിപ്പിക്കും. ഈ മാന്യൻ MLA ചെയ്തതെന്ന് വെച്ചാൽ അയാളെ മേയറും കൂടെയാണ്. അയാളെ കാലഘട്ടത്തിലാണ് ഈ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് ഒരു ആഫീസ് എല്ലാ വാർഡുകളിലും ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ മേയറായിരുന്നപ്പം ഇവരൊക്കെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ഈ മാന്യം ചെയ്തെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പാസ്സാക്കി ഒരു കരാറടിസ്ഥാനത്തിൽ 750 രൂപ മറ്റോ മാസം വാടകയൊക്കെ കൊടുത്താണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യം ഒന്നും മനസ്സിലാക്കാതെ ഈ കൗൺസിലർ വന്ന ശേഷം യഥാർത്ഥത്തിൽ അവർ പരസ്യമായിട്ട് എനിക്ക് തനിക്കുണ്ടായ പെശക് ഇനി മേലിൽ ആവർത്തിക്കില്ലെന്ന് പരസ്യമായി മാപ്പ് പറയണം. മേയർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണം നടത്തണം. അതാണ് എനിക്ക് സംശയം പറയാനുള്ളത്. ഈ തൃശ്ശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ LDFനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് UDFൻ്റെ ജയിച്ചു വന്ന 8 പേരാണ് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും അവസാനം LDF അവിടെ നിന്ന് അധികാരത്തിൽ പോകുന്ന സാഹചര്യമൊക്കെ അറിഞ്ഞിരുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൽ നിന്നാണ് കാലുമാറി BJP ചേർന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് മെമ്പർമാരും അസംബ്ലി നിയമസഭാ അംഗങ്ങളും കാലുമാറി ഏത് പാർട്ടി ചേർന്ന് ചോദിച്ചാൽ കോൺഗ്രസിൽ നിന്നും കാലുമാറി BJP പോയി. അപ്പോൾ ജനങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായി തുടങ്ങി രാജ്യത്താകെ തന്നെ BJP സമം കോൺഗ്രസ് എന്നുള്ള നിലയിലത്തേക്ക് കാര്യങ്ങൾ ആയിരിക്കുകയാണ്. ആരും ഏത് സമയം വേണോ കോൺഗ്രസിനോട് സലാം പറഞ്ഞ് BJP പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലുണ്ടായത് വേറെ രാഷ്ട്രീയ പശ്ചാത്തലവും വേറെ കാര്യങ്ങളാണ്. അത് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം വിലയിരുത്തുന്ന കൂട്ടത്തിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ കോർപ്പറേഷനിൽ BJPക്ക് 50 സീറ്റ് കിട്ടി. 50 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ 20ഓളം വരുന്ന സീറ്റിൽ കോൺഗ്രസും BJPയും തമ്മിൽ കൂട്ടായിരുന്നു, ഒത്തീർപ്പായിരുന്നു. അത് അത് പറയുന്നത് ശരിയാണെന്നുള്ള വിവരം വോട്ടിൻ്റെ പാറ്റേൺ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഇന്ന് നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്കത് മനസ്സിലായല്ലോ. അത് മറ്റൊരു കാര്യം, ഒരു 10ഓളം വരുന്ന സീറ്റെന്ന് പറഞ്ഞാൽ 50 വോട്ടിന് താഴെയാണ് തോറ്റത്. പല പ്രാദേശിക കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് ഒരു കാരണവശാലും മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാനോ BJPയുടെ കടുത്ത വർഗീയത അവസാനിപ്പിക്കാനോ BJPയുടെ ഏകാധിപത്യ സമീപനത്തിനെതിരായിട്ട് പൊരുതാനോ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ അവർക്ക് BJPക്ക് വോട്ട് ചെയ്തതിൽ അത്ഭുതമില്ല എന്നല്ലേ പറയുന്നത്? അത്ഭുതമില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാര്യം വെച്ചാൽ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. ഇത് പരസ്യമായി വോട്ടെടുപ്പ് വന്നതിൻ്റെ പേരിലാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. രഹസ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഇപ്പം നിയമസഭയിൽ ഞാൻ നിയമത്തെ മത്സരിക്കുമ്പോൾ ഒരു പ്രാവശ്യം രാജ്യവും ജയിച്ചല്ലോ ഇവിടെ. ഞാൻ 2 പ്രാവശ്യം ജയിച്ചു ഇവിടെ. ജയിച്ച സമയത്ത് എനിക്ക് തോറ്റ സമയത്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് മത്സരിച്ച ആൾക്ക് വെറും 12,000 വോട്ടാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ കിട്ടിയത്. വോട്ട് കച്ചവടം നടന്നില്ലെങ്കിൽ അവിടെ അന്നും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് അവിടെ വീടെടുത്ത് താമസിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ, കുഴപ്പമില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമുക്ക് നോക്കാമെന്നുള്ള കാര്യമാണ്.